ശബരിമല മണ്ഡല മകരവിളക്കിന് മുന്നോടിയായി ഇടുക്കിയിൽ പുല്ലുമേട്, പരുന്തംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. മകരവിളക്കിന് ശേഷം പുല്ലുമേട്ടിൽ തങ്ങാനോ സന്നിധാനത്തേക്ക് പോകാനോ അനുവദിക്കില്ല. സുരക്ഷയ്ക്കായി 1300 പോലീസുകാരെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്ങനെ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഇപ്പോൾ ശബരിമല മകരവിളക്കിന് മുന്നോടിയായി. ജയനസ് രാജു നൽകും വിവരങ്ങൾ. ജയനിങ്ങനെ മകരവിളക്ക് ദർശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലേക്കുള്ള യാത്രയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ തിരക്ക് ഇത്തവണ ഏറാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് എന്തൊക്കെ ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടം, പോലീസൊക്കെ കൈക്കൊള്ളുന്നുണ്ട്? പ്രതീക്ഷ, പുല്ലുമേട് ദുരന്തത്തിന് ശേഷം പിന്നീട് ഉണ്ടാകുന്ന എല്ലാ മകരജ്യോതി ദർശനത്തിനും വലിയ സുരക്ഷയാണ് പുല്ലുമേട് അടക്കമുള്ള ഇത്തരം കേന്ദ്രങ്ങളിൽ ഒരുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇടുക്കി ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ SPയും അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ പുല്ലുമേട്ടിൽ പോവുകയും അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാർ നിൽക്കുന്ന സ്ഥലത്ത് ബാരിക്കേഡ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വനത്തിലൂടെയുള്ള യാത്ര അത് മകരവിളക്ക് ദിവസം മാത്രമാണ് പുല്ലുമേട് വഴി തീർത്ഥാടകരെ കടത്തിവിടുന്നത്. അപ്പോൾ ദർശനം കഴിഞ്ഞ് തിരിച്ചും എല്ലാ അയ്യപ്പ ഭക്തരും അന്ന് തന്നെ മടങ്ങണം എന്നുള്ളതാണ് നിർദ്ദേശം. അതോടൊപ്പം തന്നെ പാഞ്ചാലിമേട്ടിലും അതുപോലെ സമാനമായിട്ടുള്ള പാഞ്ചാലിമേട്ടിലും പരുന്തുംപാറയിലും സമാനമായിട്ടുള്ള ഒരുക്കങ്ങൾ, നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസം ഗവി വഴിയുള്ള വിനോദസഞ്ചാരികളുടെ യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ തീർത്ഥാടകരുടെ വരവ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. 1300 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ സമയത്ത് പുല്ലുമേട്ടിലും അതോടൊപ്പം തന്നെ പാഞ്ചാലിമേട്ടിലും പരുന്തുംപാറയിലും ഒക്കെയായി വിന്യസിക്കുക. ജയനാണ് ഇവരെ നൽകിയത്. പുല്ലുമേട് ഉൾപ്പെടെ ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകർക്ക് സുരക്ഷ ഒരുക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മുന്നിൽ കണ്ടുള്ള നിർദ്ദേശങ്ങളും നടപടികളും ഒക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ വിലയിരുത്തലായി ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നടക്കുന്നത്.